Okay, good morning. Good morning, sir. Good morning, sir. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ചെയ്തിരുന്നു. വളരെ കുറച്ച് കുട്ടികൾ എനിക്ക് ഹോംവർക്ക് അയച്ചു തന്നിട്ടുള്ളൂ. അതെന്താ ഹോംവർക്ക് അയച്ചു തരാത്തത്? അറിയാഞ്ഞിട്ടാണോ? ഞാൻ ഇതായിരുന്നു നമ്മുടെ ഹോംവർക്ക്. ഇതായിരുന്നു ഹോംവർക്ക്. ഇതല്ലേ ഹോംവർക്ക്? Yes. Third question. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ പറയാം. ഹോംവർക്കിന്റെ ആൻസർ ആദ്യത്തത് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് മാർക്ക്. ഹയസ്റ്റ് മാർക്ക് എത്ര? വെരി സിമ്പിൾ ആണ്. ഹയസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു അല്ലേ? മൂന്നാമത്തെ മാത്രം ബാക്കിയുള്ളൂ. ഇതിലെത്ര ഹയസ്റ്റ് എത്ര? 95. ലോവസ്റ്റ് മാർക്ക് 39. രണ്ടാമത്തത് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ലോവസ്റ്റ് വാല്യൂ 95 minus 39. 35. 56. 95 മൈനസ് 39 ആണല്ലേ ലോവസ്റ്റ്. ഓക്കെ, 39. അപ്പൊ എത്ര വരിക? 56. ഓക്കെ, പിന്നെ മൂന്നാമത്തത് നമുക്ക് മീൻ കണ്ടുപിടിക്കാനായിരുന്നു. മീൻ എങ്ങനെ കാണുക? മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് Observation divided number of observations, sum of observations divided by number of observations. അപ്പൊ സം ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാല് ഇതെല്ലാം കൂടി കൂട്ടുക. 85 പ്ലസ് 76 പ്ലസ് 90 പ്ലസ് 85 പ്ലസ് 39. 56. 95 plus 81 plus 75 plus all divided by എത്ര ഉണ്ട്? 10. 85 മിസ് ആണ്. ഏതാ? 85 മിസ്. Sir, 85 ഉണ്ട്. ഓക്കെ നമുക്ക് ഇവിടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി കൂട്ടണം എന്നേ ഉള്ളൂ. പ്ലസ് 730 കിട്ടും ഡിവൈഡ് ബൈ 10 which is equal to 73. 73 divided by 73 കിട്ടും കേട്ടോ. ആരോ ഒരാൾ എനിക്ക് 74 എന്ന് അയച്ചു തന്നിരുന്നു. 74 കിട്ടൂല, 73 ആണ് വരിക. 730 ആണ് വരിക. ഓക്കെ, ഇത് ഹോംവർക്ക് ആയിരുന്നു. ഇതുപോലത്തെ വേറെ പ്രോബ്ലം ഉണ്ട്. ഇവിടെ നോക്കൂ, ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. ഇവിടെ നോക്കൂ, ഒന്നാമത്തത് ഫൈൻഡ് ദ റേഞ്ച്. ആരാ ക്യാമറ ഓഫ് ആക്കും? ഇനി ക്യാമറ ഓഫ് ആക്കും. റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് അല്ലേ? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ്. അപ്പൊ ഇവിടെ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 20.5 ആണ്. 20.5 മൈനസ് 0.0 എന്ന് പറഞ്ഞാൽ 0.0. 20.5. റേഞ്ച് നമുക്ക് 20.5 എന്ന് തന്നെ വരും. ഇനി രണ്ടാമത്തത് ഫൈൻഡ് ദ മീൻ. മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് observations. Sum of observations divided by number of observations. Number of observations. അപ്പൊ ഈ സം ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാല് 0.0 പ്ലസ് 12.2 പ്ലസ് 2.1 again 0.0 plus 20.5 plus 5.5 plus 1.0, the whole divided by what is the number of 7. 1 2 3 4 5 7 days equal to divided by 7. Now this is equal to ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൂട്ടി നോക്കാം. 12.2 ഉണ്ട്, 12.2 ഉണ്ട്, പിന്നെ 2.1 ഉണ്ട്, പിന്നെ 20.5 ഉണ്ട്, 5.5 ഉണ്ട്,
1.0 ഉണ്ട്. പിന്നെ 0 നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് ആ 2 0 ഞാൻ എഴുതാതിരുന്നത്. അപ്പൊ ഇവിടെ 3 10 13ക്ക് 3 സിസ്റ്റം 1 അല്ലെ, റിമൈൻഡർ 1. അപ്പൊ 3 5 10 11ക്ക് 1 സിസ്റ്റം 1 1 2 4 41.3 എന്ന് വരും. 41.3 ഡിവൈഡഡ് ബൈ 7. ഇതിനെ നമുക്ക് 41.3 ഡിവൈഡഡ് ബൈ 7. 41ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 6 പ്രാവശ്യം അല്ലെ? 6 5 പ്രാവശ്യം. 5 പ്രാവശ്യം. ഫൈവ് ടൈംസ് എന്ന് പറഞ്ഞാൽ 35 ആണ് വരിക. അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? 6 ആണ്. പിന്നെ ഡെസിമൽ ഉണ്ട്, അപ്പൊ ഇവിടെ ഡെസിമൽ ഇടണം. അപ്പൊ 63. 63ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 9 പ്രാവശ്യം. സോ മീൻ ഇസ് ഈക്വൽ ടു 5.9. ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടില്ലേ? Yes, sir. Therefore വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് എഴുതാം. Therefore mean rainfall equal to 5.9 mm. എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ. ഓക്കെ, 5.9 millimeter. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യം നോക്കൂ. എന്താ മൂന്നാമത്തെ ചോദ്യം? തേർഡ് ക്വസ്റ്റ്യൻ. On how many days was the rainfall less than the mean rainfall? എത്രയാണ് മീൻ റെയിൻഫോൾ? 5.9. അതിനേക്കാൾ കുറവ് മഴ എത്ര ദിവസം പെയ്തിട്ടുണ്ട്? ഇത് അതിനേക്കാൾ കുറവാണ്, ഇത് കുറവാണ്. 5 ദിവസം അല്ലെ? 5 days. 5 ഡേയ്സിലാണ് മീൻ റെയിൻഫോളിനേക്കാളും മഴ കുറഞ്ഞു കിട്ടിയത്. ക്ലിയർ ആയോ? മനസ്സിലായോ? കിട്ടിയിട്ടില്ലേ? മനസ്സിലായിട്ടില്ലേ? ഓക്കെ, എന്നാ സ്ക്രീൻഷോട്ട് എടുക്കൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല. ഇനി നമ്മൾ അടുത്തതാണ് മോഡ്. അപ്പൊ നമ്മളെ റെപ്രസെന്റേറ്റീവ് വാല്യൂ, ഒരു ഡാറ്റയുടെ റെപ്രസെന്റേറ്റീവ് വാല്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ റെപ്രസെന്റേറ്റീവ് വാല്യൂസ് ഓഫ് എ ഡാറ്റ. അതിൽ ദ ഫസ്റ്റ് വൺ വാസ് മീൻ, സെക്കൻഡ് വൺ ഈസ് മോഡ്, സെക്കൻഡ് വൺ ഈസ് റേഞ്ച്. റേഞ്ച് പഠിച്ചു. ഇനി മോഡ്. മോഡ് എന്ന് പറഞ്ഞാല് മോസ്റ്റ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്നതിന് നമ്മൾ എന്ത് പറയാ? മോഡ് എന്ന് പറയാം. മോഡ് ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഈസ് the observation that occurs most often, means the number which repeats most time is called the mode. നോക്കൂ, for example, find the mode of the given set of numbers. ഇവിടെ ഒരു ഡാറ്റ ഉണ്ട്, നമുക്ക് ഇതിന്റെ മോഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ചിങ് ദ ഡാറ്റ. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും, തെറ്റൂല. അപ്പൊ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. 1 ഇത് എഴുതി. ഇനി ഇവിടെ ഒരു 1, വളരെ ശ്രദ്ധിച്ച് ചെയ്യണേ. അഗെയിൻ 1. ഇനി നമുക്കുള്ള എന്താ? 2. എത്ര പ്രാവശ്യം ഉണ്ട്? 2 1 2 3 4 വട്ടം ഉണ്ട്. 4 പ്രാവശ്യം. 2 times 2. ഇനി നമുക്കുള്ളത് ഏതാ? 3 ഒരു പ്രാവശ്യം. ഇനി 4 2 പ്രാവശ്യം. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാണ്? 2 ആണ് അല്ലെ? 4 ചെയ്യുന്നുണ്ട്. Therefore since 2 repeats 4 time mode is equal to 2. മനസ്സിലായോ? ഏതാണോ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് അതായിരിക്കും മോഡ്. അതാണ് ഡെഫിനിഷൻ ഓഫ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ the most repeated item in a data is called mode. ആ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. What is mode? Mode is the most repeated item in a data. ഒരു ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആവർത്തിച്ച് വരുന്നതിനാണ് എന്ത് പറയാ? നമ്മൾ മോഡ് എന്ന് പറയാം. അപ്പൊ ഇതിങ്ങനെ അറേഞ്ച് ചെയ്യണം നിർബന്ധമല്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് എന്താണോ? തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2 ഇതിൽ 4 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മോഡ് 2 ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതാം. അറേഞ്ചിങ് ഇൻ ഓർഡർ, arranging the data in order
വി ഗെറ്റ് ഇത് അങ്ങനെ കിട്ടും. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും 2 എന്നുള്ളത് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോഡ് എത്ര? മോഡ് 2 ആണ്. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ജസ്റ്റ് എ മിനിറ്റ്. അതിന്റെ ആൻസർ ഉണ്ട്. മോഡ് ഓഫ് ദിസ് ഡാറ്റ ഈസ് 2. എന്താ റീസൺ? ബിക്കോസ് ഇറ്റ് ഒക്കേഴ്സ് മോർ ഫ്രീക്വന്റ്ലി ദാൻ അതർ ഒബ്സർവേഷൻസ്. മറ്റു ഒബ്സർവേഷനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാണ്? 2 ആണ്. അതുകൊണ്ട് മോഡ് ഈസ് 2. വെരി സിമ്പിൾ ആണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇനി നോക്കൂ, നമുക്ക് ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിലോ അപ്പൊ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ഡാറ്റ ഉണ്ട്. അപ്പൊ നമുക്ക് തൊട്ട് മുമ്പ് ചെയ്തതിൽ എത്ര ഉണ്ടായിരുന്നത്? ഒരു 7 8 ഒക്കെ ഉള്ളൂ. നമുക്കൊരു 100 അല്ലെങ്കിൽ ഒരു 1000 ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ മോഡ് കണ്ടുപിടിക്കുക? അപ്പൊ അറേഞ്ചിങ് ഇൻ ഓർഡർ ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇവിടെ നോക്കൂ, ഇത് തന്നെ ഒരു കുറച്ച് വലിയ ഡാറ്റയാണ്. ഇതൊക്കെ കൂടി അറേഞ്ച് ചെയ്യാനായി നമുക്കൊരു ഈസി മെത്തേഡ് ഉണ്ട്. ടേബിളിൽ ചെയ്യും. ടേബിളിൽ നോക്കൂ, ആദ്യം മാർജിൻസ് ഓഫ് വിക്ടറി. ഇത് മാർജിൻസ് ഓഫ് വിക്ടറി ആണ്. അപ്പൊ ഒരു ഗോള് 6 ഗോള് വരെയാണ് മാക്സിമം അടിച്ചിട്ടുള്ളത്. ഇത് ഗോളല്ല, എന്താണ്? മാർജിൻസ് ഓഫ് വിക്ടറി 6 സ്കോർ വരെയാണ് ഉള്ളത്. അപ്പൊ 1 മുതൽ 6 വരെ നമ്മൾ അറേഞ്ച് ഓർഡറിൽ എഴുതിയിട്ട് 1 എത്ര പ്രാവശ്യം ഉണ്ട് നോക്കി. 1 2 അങ്ങനെ ടാലി മാർക്ക് ഇട്ടു. 1 അങ്ങനെ രണ്ടാമത്തെ ടാലി മാർക്ക്, മൂന്നാമത്തെ ടാലി മാർക്ക്, നാലാമത്തെ ടാലി മാർക്ക്, ഇങ്ങനെ 5ാമത്തെ ടാലി മാർക്ക് ഇങ്ങനെയാണ് ചെയ്യുക. 5. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ ആദ്യം ഒന്നുകളൊക്കെ നോക്കുക. ഒന്നുകൾ നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ ടാലി മാർക്ക് ചെയ്താൽ തെറ്റൂല. അപ്പൊ 9 എന്ന് കിട്ടും. പിന്നെ 2 ഇങ്ങനെ 1 2 4 ഇങ്ങനെ എഴുതുമ്പോൾ കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ മാർജിൻസ് ഓഫ് വിക്ടറിയും കിട്ടും. ഇനി നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ വളരെ പെട്ടെന്ന് പറയാൻ പറ്റും മോഡ് ഏതാണ്. ഏതാ മോഡ്? 2. മോഡ് ഈസ് 2. 2 is the mode. പറഞ്ഞാൽ 14 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. 2 was 14. therefore mode is 2. അപ്പൊ നമുക്ക് വലിയൊരു ഡാറ്റ ആണെങ്കിൽ, ഒരു ലാർജ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ടേബിളിൽ അറേഞ്ച് ചെയ്താൽ വളരെ ഈസി ആയിരിക്കും കണ്ടെത്താൻ. മനസ്സിലായിട്ടില്ലേ പറഞ്ഞത്? ഓക്കെ. അതുകൊണ്ട് ഇതിന്റെ മോഡ് എത്രയാണ്? മോഡ് ഈസ് 2. മോഡ് ഈസ് 2. നോക്കും, ഇത് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തതാണ്. ഇപ്പൊ നോക്കും, മറ്റുള്ള നമ്പേഴ്സ് ഒക്കെ ഇവിടെ 13, ഇവിടെ 10, ഇവിടെ 6, ഇവിടെ 11 ഇങ്ങനെയൊക്കെ വരുന്നു വെച്ചെങ്കിൽ നമുക്ക് ഈ ഡാറ്റ നോക്കിയാൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. പെട്ടെന്ന് കണ്ടെത്താൻ കഴിയൂല ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, therefore ഇതിന്റെ കേസ്, ഇൻ ദിസ് കേസ് മോഡ് ഈസ് 2. ഓക്കെ അല്ലേ? സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. മോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. മോഡ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ അറിയുമെങ്കിൽ എന്താ മോഡ് എന്ന് കണ്ടെത്താം. മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നതിന് എന്ത് പറയാം? മോഡ് എന്ന് പറയാം. ഇനി നോക്കൂ, മീഡിയൻ. ഇപ്പൊ നമ്മൾ എത്ര പഠിച്ചു? ആദ്യം റേഞ്ച് പഠിച്ചു. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. പിന്നെ നമ്മൾ മീൻ പഠിച്ചു. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഒബ്സർവേഷൻസ് പഠിച്ചതാണ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം. അടുത്തതാണ് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാലേ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിനെ അല്ലെങ്കിൽ ഒബ്സർവേഷനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. എന്നിട്ട് അതിന്റെ നടുവിൽ വരുന്നതിന് നമ്മൾ എന്ത് പറയാം? മീഡിയൻ എന്ന് പറയാം. അതായത് മീഡിയൻ ഈസ് ദ മിഡിൽ ഐറ്റം. മീഡിയൻ ഈസ് ദ മിഡിൽ ഐറ്റം when observations are arranged in order, either in ascending order or in descending order. തന്നിരിക്കുന്ന ഡാറ്റയെ നമുക്ക് ഓർഡറിൽ നോക്കൂ. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. 8 7 2 1 0 10 7 and 3. ഇതിന്റെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാതെ, അസെൻഡിങ് ഓർഡർ തന്നെയാണ്, നിർബന്ധമില്ല. ഡിസെൻഡിങ് ഓർഡർ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ അസെൻഡിങ് ഓർഡറിൽ ചെയ്യാണ്. അപ്പൊ ആദ്യം 0 വന്നു, പിന്നെ 1 വന്നു, നമ്മൾ 0 എഴുതി, 1 വന്നു, പിന്നെ 2 വന്നു, പിന്നെ ഉള്ളത് ഏതാ? 3 ആണ്, 3 എഴുതി. പിന്നെ ഉള്ളത് ഏതാ? പിന്നെ 7 ആണ്. പിന്നെ വരുന്നത് 8 ആണ്. പിന്നെ വരുന്നത് 10 ആണ് അല്ലെ? ഇനി ഇപ്പൊ നമ്മളിത് അസെൻഡിങ് ഓർഡറിൽ എഴുതി. അപ്പൊ ഓർഡറിൽ എഴുതിയിട്ട് അതിന്റെ നടുവിൽ വരുന്നതായിരിക്കും മീഡിയൻ. അപ്പൊ ഇവിടെ എത്ര മീഡിയൻ? നടുവിൽ 3. ഇവിടെ നോക്കൂ, 1 2 3, ഇവിടെ 1 2 3, രണ്ട് ഭാഗത്തേക്ക് 3. മിഡിൽ ഐറ്റം എത്ര? 3 ആണ്. therefore മീഡിയൻ ഈസ് 3. അപ്പൊ എന്താ മീഡിയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ?
Yes, sir. Yes. Median is the middlemost item when data is arranged in order, either in ascending order or in descending order. ഏത് ഓർഡറിൽ ചെയ്താലും കുഴപ്പമില്ല. അസെൻഡിങ് ഓർഡർ ചെയ്യാം, ഡിസെൻഡിങ് ഓർഡർ ചെയ്യാം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഡാറ്റാസിനെ ക്രമീകരിച്ചതിന് ശേഷം അതിന്റെ നടുവിൽ വരുന്നതിന് നമ്മൾ എന്ത് പറയാം? മീഡിയൻ എന്ന് പറയാം. മീഡിയൻ is the middlemost item when observations are arranged in ascending or descending order. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. Arranged in ascending or descending order, the median gives us the middle observation. നടുവിൽ വരുന്നതിന് എന്ത് പറയാം? മീഡിയൻ എന്ന് പറയാം. നോക്കൂ, നമുക്ക് ഇതിന്റെ മീഡിയൻ കണ്ടു നോക്കാം. ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒബ്സർവേഷൻ അറേഞ്ച് ചെയ്യണം. ഏറ്റവും ചെറുത് 17 ആണ് അല്ലെ? 17 ആദ്യം, പിന്നെ 18, പിന്നെ അത് കഴിഞ്ഞാൽ എത്ര? 24, പിന്നെ 25, 37. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് അതിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അസെൻഡിങ് ഓർഡറിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ നടുവിൽ ചിലപ്പോ നടുവില് 2 നമ്പർ വരൂലേ? അത് വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. നടുവിൽ 2 വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളെ ബുക്കിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇവിടെ ഈ കേസിൽ 25 ആണ് ഇതിന്റെ മീഡിയൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ, ഇവിടെ ഒരു ഡാറ്റയും കൂടി ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇതിന് പകരം ഇവിടെ നമുക്കൊരു 48 കൂടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ 48 വരും. ഇങ്ങനെ ആയിരിക്കും അറേഞ്ച് ചെയ്യുമ്പോൾ വരിക. അപ്പൊ ഞാൻ ചോദിച്ച സംശയത്തിനുള്ള ഉത്തരാട്ടോ ഈ പറയുന്നത്. ഓക്കെ സർ. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമുക്ക് നടുവില് 2 ഉണ്ട് അല്ലെ? 2 വരികയാണെങ്കിൽ എന്താ ചെയ്യാന്നോ? ആ 2 നമ്മൾ എടുക്കുക. ഇവിടെ 25, 35 ആണ് നടുവിലുള്ളത്. എന്നിട്ട് അതിന്റെ ആവറേജ് കാണുക എന്ന് പറഞ്ഞാൽ 25 + 35 ഡിവൈഡഡ് ബൈ 10. അപ്പൊ നടുവില് 2 വരികയാണെങ്കിൽ, അറേഞ്ച് ചെയ്യുമ്പോൾ നടുവിൽ 2 വരികയാണെങ്കിൽ നടുവിലുള്ള 2 ആവറേജ് കാണുക. അപ്പൊ ഇത് എത്ര വരിക? 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 30 എന്ന് വരും. അപ്പൊ എത്ര മീഡിയൻ? 30 ആണ്. ക്ലിയർ ആയോ? അപ്പൊ മീഡിയൻ പറഞ്ഞോളൂ. അപ്പൊ ഇതില് 30 ഇല്ലല്ലോ. അല്ല, അത് ഉണ്ടാവണം എന്നില്ല, ഒരിക്കലും ഉണ്ടാവണം എന്നില്ല. നമ്മൾ മീൻ കണ്ടപ്പോ നോക്കൂ, മീൻ കണ്ടപ്പോഴും റേഞ്ച് കണ്ടപ്പോഴൊന്നും അതിലുള്ളത് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ. അങ്ങനെ ചോദ്യം വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. നമുക്ക് മോഡ് കാണുമ്പോ മോഡ് എപ്പോഴും അതിലുള്ളതേക്കാരം വരിക. പക്ഷെ റേഞ്ച് ആണെങ്കിലും മീനാണെങ്കിലും മീഡിയൻ ആണെങ്കിലും അതിൽ തന്നെ ഉള്ളതാവണം ഒരു നിർബന്ധമില്ല കേട്ടോ. അതൊക്കെ നല്ല സംശയങ്ങളാണ്. അങ്ങനെ സംശയങ്ങൾ ചോദിക്കണേ. അതുകൊണ്ട് ഇതിന്റെ മീഡിയൻ എത്ര? മീഡിയൻ ഈസ് 25. ഓക്കെ, ഇതാണ് അടുത്തത്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് ഐറ്റം. നടുവിൽ വരുന്ന ഐറ്റത്തിനെ അല്ലെങ്കിൽ ഒബ്സർവേഷൻ പറയുന്ന പേരാണ് മീഡിയൻ. എപ്പോഴും ആഫ്റ്റർ അറേഞ്ചിങ് ഇൻ ഓർഡർ. അസെൻഡിങ് ഓർഡർ ആവാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആവാം. ഓക്കെ, ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പൊ നമ്മള് 4 റെപ്രസെന്റേറ്റീവ് വാല്യൂ പഠിച്ചു. ആദ്യം നമ്മൾ റേഞ്ച് പഠിച്ചു. അതിന്റെ എല്ലാത്തിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കണം കേട്ടോ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. പിന്നെ നമ്മൾ മീൻ പഠിച്ചു. മീൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. പിന്നെ മോഡ് പഠിച്ചു. മോഡ് ഈസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം ഇൻ എ ഡാറ്റ. ദെൻ മീഡിയൻ പഠിച്ചു. മീഡിയൻ എന്ന് പറഞ്ഞാൽ ദ മിഡിൽ മോസ്റ്റ് ഐറ്റം when the observations are arranged either in ascending or descending order. Ascending orderilo അല്ലെങ്കിൽ descending orderilo ഡാറ്റാസിനെ അറേഞ്ച് ചെയ്തതിനു ശേഷം നടുവിൽ വരുന്നതിന് എന്ത് പറയാ? മീഡിയൻ എന്ന് പറയാം. ഇത്രയും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എക്സസൈസ് ചെയ്ത് നോക്കാം. The scores in mathematics text out of 25 ആണ്, മാക്സിമം മാർക്ക് 25 ആണ്. Of 15 students is as follows. ഇതാണ് 15 കുട്ടികളുടെ മാർക്ക്. നമുക്ക് ഇതിന്റെ എന്തൊക്കെ കാണണം? ഫൈൻഡ് ദ മോഡ് ആൻഡ് മീഡിയൻ ഓഫ് ദിസ് ഡാറ്റ. അപ്പൊ നമുക്ക് ആദ്യം അറേഞ്ച് ചെയ്യാം അല്ലെ? ഫസ്റ്റ് വി ക്യാൻ അറേഞ്ചിങ് ഇൻ ഓർഡർ. Then we get അറേഞ്ച് ചെയ്താൽ ഏറ്റവും ചെറുത് ഏതാ? അതില് 5 ആണ് അല്ലെ? വെയിറ്റ് നിങ്ങൾ പറയല്ലേ, നിങ്ങൾ പറഞ്ഞ കൺഫ്യൂഷൻ വരെ. 5ന് ശേഷം ഞാൻ ചെയ്യുമ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണേ. 5ന് ശേഷം പിന്നെ നമുക്ക് 9 ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ മാർക്ക് പോകും. പിന്നെ 10,
പിന്നെ 10 കഴിഞ്ഞാല് 12 അല്ലെ 12 കഴിഞ്ഞാല് 15 ഓക്കെ 15 നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞാൽ ഞാൻ കേൾക്കൂല, അതുകൊണ്ട് തെറ്റും കരുതിയിട്ടാണ്. 16 പിന്നെ 16 16 പിന്നെ ഇവിടെ 16 കഴിഞ്ഞിട്ട് 19 അല്ലെ 19 കഴിഞ്ഞാൽ 23 പ്രാവശ്യം ഉണ്ട്, അല്ല 4 പ്രാവശ്യം ഉണ്ട്. 1 2 3 4 4 വട്ടം ഉണ്ട് 20. 1 2 3 4 ശരിയല്ലേ? 1 2 3 4 വളരെ ശ്രദ്ധിക്കണേ. 20 ഇവിടെ 1 2 3 4 ഓക്കെ ആണ്. ഇനി നമുക്ക് 23 അല്ലെ 23 23 25 2 times. 25 2 times. ഇനി ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഇതൊന്ന് എണ്ണി നോക്കാം. അല്ല എവിടെയെങ്കിലും ഏതെങ്കിലും കൊഴിഞ്ഞാടി പോയിക്കണോന്ന് അറിയാം, മിസ് ആയിക്കണോന്ന് അറിയാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഓക്കെ 15 ഉണ്ട് അല്ലെ? അപ്പൊ ഇത് ഓക്കെ ആണ്. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടത്? മോഡ് വേണം. മോഡ് ഈക്വൽ ടു മോഡ് ഏതാ? റിപ്പീറ്റ് 20. വെരി ഈസി ആണ്. മോഡ് എന്താ? മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം. ഇവിടെ 20 ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് മോഡ് 20. ഇനി നമുക്ക് എന്താ വേണ്ടത്? മീഡിയൻ വേണം അല്ലെ? മീഡിയൻ ഇസ് ഈക്വൽ ടു മിഡിൽ ഐറ്റം. 15 അപ്പൊ നോക്കൂ, 15 ആവുമ്പോ ഇങ്ങോട്ട് 7 എണ്ണം ഇങ്ങോട്ട് 7 എണ്ണം. അപ്പൊ 1 2 3 4 5 6 7 20. ഇതാണ് മിഡിൽ ഐറ്റം അല്ലെ? ഇതാണ് മിഡിൽ നമ്പർ. മിഡിൽ ഐറ്റം. അതുകൊണ്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്ര? 20. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്. ആർ ദേ സെയിം? അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്താം. ഇൻ ദീസ് കേസ് അത് എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. ഇൻ ദീസ് കേസ് മോഡ് ആൻഡ് മീഡിയൻ ആർ സെയിം. അതായത് ഈ ചോദ്യത്തിന് അത് രണ്ടും നമുക്ക് ഒന്ന് തന്നെ കിട്ടി, പക്ഷെ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. ഇൻ ദീസ് കേസ് മോഡ് ആൻഡ് മീഡിയൻ ആർ സെയിം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തോളൂ. ഓക്കെ ഓക്കെ എല്ലാവരും ഇതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുന്നില്ലേ? ഞാൻ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യൂട്ടോ, വല്ലാതെ വൈകാതെ ചെക്ക് ചെയ്യും നോട്ട്ബുക്ക്. ഇനി നോക്കൂ അടുത്ത ചോദ്യം. നാളെ കൊണ്ടുണ്ടല്ലോ പുസ്തകം? നാളെ വേണ്ട കേട്ടോ. The runs scored in a cricket match by 11 players is as follows. ഇതാണ് 11 പ്ലേയേഴ്സിന് കിട്ടിയ സ്കോർ. Find the mean, mode, median of this data. Are the three same? അപ്പൊ നോക്കൂ, നമുക്ക് ആദ്യം നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്താൽ എങ്ങനെ വരിക? ഏറ്റവും സ്മോളസ്റ്റ് ഞാൻ എഴുതാം 6. Arranging in order. In order we get 6 is the smallest. After 6 8 is there. 8 is there. 8. Do very carefully. Then 10 is there. 2 times 10. 2 times 10. Okay, very 10. Good. 2 times 10. Then 15 is there 2 times. 2 times 15. 3 times. Okay, yes. 3 times. 15 3 times. Then after 15. Then 50 is there 50. 80. Then 80. 100. 80 കഴിഞ്ഞിട്ട് ഏതാ? 100 ഉം 120. നമുക്കിതൊന്ന് എണ്ണി നോക്കാം. 2 3 4 5 6 7 8 9 10 11.
ഓക്കെ ആണ്. അതുകൊണ്ട് മോഡ് ഇസ് ഈക്വൽ ടു എത്ര മോഡ് വരിക 15 അല്ലെ 15 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ആറാമത്തെ ഐറ്റം ആയിരിക്കും. 1 2 3 4 5 6 നടുവിൽ വരുന്നത് ഇതാണ്. ഇതാണ് നമ്മളെ മിഡിൽ വരുന്നത് ഈ 15 അല്ലെ. അവിടുന്ന് ഇങ്ങോട്ട് നോക്കൂ 1 2 3 4 5 1 2 3 4 5 രണ്ട് ഭാഗത്തേക്കും 5 എണ്ണം ഉള്ളത്. അപ്പൊ മീഡിയനും 15 തന്നെ. ഇനി നമുക്ക് വേണ്ടത് മീൻ ആണ് അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? അപ്പൊ മീൻ is equal to sum of observations divided by number of observations. ഇനി നമുക്ക് ഇതൊക്കെ കൂടി കൂട്ടാം. 6 plus 8 plus 10 plus 10 plus 15 plus 15 plus 50 plus 50 plus 80 plus 100 plus 120. The whole divided by 11. The whole divided by 11. ഇതെല്ലാം കൂടി എല്ലാവരും ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ കൂട്ടി നോക്കൂ. ബുക്കിൽ റഫ് ആയിട്ടൊന്ന് കൂട്ടി നോക്കൂ. 440. എല്ലാവരും കൂട്ടിയിട്ട് ഇപ്പൊ പറയല്ല, ഞാനൊന്ന് കൂട്ടട്ടെ. 20 20 50 50 65 65 115 115 195 295 295 415 415 എത്ര കിട്ടിയത്? ഇതാണോ കിട്ടിയത്? 200 350 395 Yes, sir. 415 ഓക്കെ. ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് നോക്കാം അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 429 429 ഡിവൈഡ് ബൈ 11. ഇവിടെ നമുക്ക് എത്ര പ്രാവശ്യം ഉണ്ടാകുക? 3 പ്രാവശ്യം ഉണ്ടാവും. 33 അല്ലെ. ബാക്കി 12 12 3 പോയാൽ 9. ഇവിടെ 9 തന്നെ. അപ്പൊ എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. റിമൈൻഡർ 0 വന്നു. അപ്പൊ എത്ര കിട്ടിയത്? 39. അപ്പൊ ഇതിന്റെ മീൻ 39 ആണ്. Are the three same? They are not same. They are not same. They are not same. ഇനിയും നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഇനി നോക്കൂ. Tell whether the statement is true or false. The mode is always one of the number in the data. അത് ശരിയാണ്. മോഡ് എപ്പോഴും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയുള്ളൂ നമ്മൾ മോഡ് എന്ന് പറയാം അല്ലേ. അപ്പൊ ഇതെന്താണ്? ഇത് ട്രൂ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. പിന്നെ മീൻ ഈസ് വൺ ഓഫ് ദ നമ്പർ ഇൻ ദ ഡാറ്റ, അത് ഫോൾസ് ആണ്. മീന് മിക്കവാറും സമയത്തൊക്കെ മാറിയാണ് വരിക. മീന് തന്ന ഡാറ്റയിലുള്ള ഒരു ഒബ്സർവേഷൻ ആകുന്ന കേസ് വളരെ വളരെ കുറവാണ്. എന്നാ മീഡിയൻ അങ്ങനല്ല. മീഡിയൻ ചില സമയങ്ങളിലൊക്കെ വാല്യൂ തന്നെ വരാം, ചിലപ്പോൾ അല്ലാതെയും വരാം. ദ മീഡിയൻ ഈസ് ഓൾവേസ് വൺ ഓഫ് ദ ഡാറ്റ ഇൻ ദ ഡാറ്റ. അതും ഫോൾസ് ആട്ടോ. മീഡിയനും മീനും നമുക്ക് മാറി വരാം, തന്ന ഡാറ്റയിൽ ഉണ്ടാവണം എന്നില്ല. എന്നാൽ മോഡ് എപ്പോഴും അതിലുള്ള ഒരു ഡാറ്റ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. എടുക്കൂ പെട്ടെന്ന്. ഓക്കെ. ഇനി നമുക്കുള്ളത് യൂസ് ഓഫ് ബാർ ഗ്രാഫ് വിത്ത് ഡിഫറെന്റ് പർപ്പസസ്. ബാർ ഗ്രാഫ് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്, കേട്ടതല്ലേ? ബാർ ഗ്രാഫ് ഇങ്ങനെയാണ് ബാർ ഗ്രാഫ് വരയ്ക്കുക. ബാർ ഗ്രാഫ് വരയ്ക്കാൻ ഒന്നുമില്ല. നോക്കൂ, 200 students
200 students of 6th and 7th class were asked to name their favorite color so as to decide upon what should be the color of their school building. School building in color കൊടുക്കാൻ വേണ്ടിയിട്ട് ആർത്തിയും എഴുത്തിയും കുട്ടികളോട് അവരുടെ ഫേവറേറ്റ് കളർ ചോദിച്ചു. The results are shown in the following table. Represent the given data on a bar graph. നോക്കൂ, ഫേവറേറ്റ് കളർ റെഡ് കളർ 43 സ്റ്റുഡൻസിന് ഇഷ്ടമാണ്, ഗ്രീൻ 19 ഇഷ്ടമാണ്, ബ്ലൂ കളർ 55-ന്, യെല്ലോ കളർ 49-ന്, ഓറഞ്ച് കളർ 34 സ്റ്റുഡൻസ്. അപ്പൊ ഇതാണ് തന്നിരിക്കുന്ന ഡാറ്റ. അതിനെ നമുക്ക് ഒരു ഇങ്ങനെ ബാർസ് ആക്കിയിട്ട് വരക്കണം. ഇത് തന്നെയാണ് ബാർ ഗ്രാഫ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് 10, 20, 30, 40 അങ്ങനെ എഴുതി. അപ്പൊ നോക്കി, ഈ 43 ഇത് 40 ആണ്, ഇത് 50 ആണ്. അപ്പൊ ഇതിന്റെ ഒത്ത നടുവിലാണ് 45 വരിക, അതിനേക്കാൾ കുറച്ച് താഴെ. അപ്പൊ ഇതാണ് 43. ഓക്കെ അല്ലേ? പിന്നെ നോക്കൂ, ഗ്രീൻ കളർ, ഇതാണ് ഗ്രീൻ കളറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ഇവിടെ 20-നേക്കാൾ ഒരു തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ 19. നിങ്ങൾ ഗ്രാഫ് ഷീറ്റ് വരയ്ക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ. പിന്നെ ബ്ലൂ കളർ 25, ബ്ലൂ കളർ 55, ബ്ലൂ കളർ 55, ഇത് 50 ആണ്, ഇത് 60 ആണ്. അതിന്റെ രണ്ടിന്റെയും മിഡില്, അതാണ് 55. യെല്ലോ 50-നേക്കാൾ തൊട്ടു താഴെ, അപ്പൊ ഇവിടെ ഇതാണ് യെല്ലോ. നോക്കൂ, 50-യേക്കാൾ തൊട്ടു താഴെ, ഇതാണ് 50-യേക്കാൾ തൊട്ടു താഴെ. പിന്നെ അടുത്തത് 34. ഇങ്ങനെ വരയ്ക്കുന്ന ഇതിനെയാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? എന്നാ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇനി നമുക്ക് 5 മിനിറ്റ് ഉള്ളൂ. എങ്ങനെ? എന്താ കേട്ടില്ല. നോട്ട് ക്ലിയർ. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താ പറഞ്ഞത്? ബാർ പേജ് ആണ് തോന്നുന്നു. എന്താ ബാർ പേജ് എന്ന് പറഞ്ഞാല്? ബാർ ഗ്രാഫ് കേട്ടോ. ബാർ ഗ്രാഫ് എന്ന് പറയും, അല്ലെങ്കിൽ ബാർ ചാർട്ട് എന്ന് പറയും, രണ്ടും പറയും. ബാർ ഗ്രാഫ് അല്ല, ബാർ പേജ് എന്ന് പറയാറില്ല. ഒന്നുകിൽ നമ്മൾ ബാർ ഗ്രാഫ് എന്ന് പറയും, അല്ലെങ്കിൽ ബാർ ചാർട്ട് എന്നും പറയും. ചിലടത്ത് ബാർ ചാർട്ട് എന്നും കാണാം. രണ്ടും ഒരു സാധനം തന്നെയാണ്, ബാർ ചാർട്ട് അല്ലെങ്കിൽ ബാർ ഗ്രാഫ്. അപ്പൊ ഇത് നിങ്ങളെ വൃത്തിയായിട്ട്, ഗ്രാഫ് ബുക്ക് ഉണ്ടെങ്കിൽ ഗ്രാഫ് ബുക്കിൽ വരയ്ക്കുക, എന്നാൽ കൃത്യമായിട്ട് കിട്ടും. ഗ്രാഫ് ബുക്ക് ഇല്ലെങ്കിൽ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് വരച്ചാലും മതി കേട്ടോ. അപ്പൊ ഗ്രാഫ് ബുക്കിലാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യണം, അതായത് അവിടെ ഒട്ടിച്ചു വെക്കണം കേട്ടോ. വൃത്തിയായിട്ട് വരയ്ക്കുക. അത് വരക്കണ്ടേ? ഇപ്പൊ തന്ന ബാർഗ്രാഫ് വരക്കണ്ടേ? എങ്ങനെ? കേട്ടില്ല. ഇപ്പൊ തന്ന ബാർഗ്രാഫ് ഇല്ലേ? ഇതൊക്കെ നോട്ടിലേക്ക് വേണം. ഇത് നോട്ടിന്റെ തിയറി പാർട്ടായിട്ട് വരുന്ന ഭാഗമാണ്, നിർബന്ധമായിട്ടും വേണം. ഇനി നമുക്ക് ഒരു ഗ്രാഫും കൂടി ഉണ്ട്, അതും കൂടി പറയാം. The following data gives the total marks obtained by 6 children of a particular class. നമുക്ക് സിമ്പിൾ ആണ്. മാർക്ക് കിട്ടിയത് അജയ്ക്ക് 450 മാർക്കാണ് ടോട്ടൽ കിട്ടിയത് ഔട്ട് ഓഫ് 60, 600. ബാലി, ദീപ്തി, ഫയാസ്, ഗീതിക, ഹരി ഇവർക്കൊക്കെ കിട്ടിയ മാർക്കുകളാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് ബാർ ചാർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും എനിക്ക് തോന്നുന്നത് അല്ലെ. അജയ്ക്ക് കിട്ടിയ മാർക്ക് നോക്കൂ. അജയ്ക്ക് കിട്ടിയ 450. ആ 400 ഇവിടെ ഉണ്ട്, ഇവിടെ 500 ഉണ്ട്. അപ്പൊ അതിന്റെ മിഡില് അജയ്ക്ക് കിട്ടിയത്. ബാലിക്ക് കറക്റ്റ് 500 അല്ലെ. പിന്നെ ദീപ്തിക്ക് 300. അതായത് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് എത്രയാണോ, ഇവിടെ എത്രയാണോ നമുക്കുള്ള വാല്യൂ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യണം. ഇവിടെ നമുക്ക് 1 സെന്റിമീറ്റർ, ഗ്രാഫിൽ 1 സെന്റിമീറ്റർ എന്നുള്ള എത്ര ലെങ്തിനെ, അതായത് ഒരു യൂണിറ്റിനെ നമ്മൾ 100 മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നു. അല്ലാതെ നമുക്ക് ഇങ്ങനെ നമ്മൾ ബാർ വരക്കുമ്പോഴേ ഇവിടെ നോക്കൂ, ഇവിടെ 1, 2, 3, 4 ഇങ്ങനെ മാർക്ക് ചെയ്താല് നമുക്ക് 450, 500 ഒക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ ഒരു 150 പേജ് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് പറ്റൂല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യൂണിറ്റ് സ്കെയിൽ എടുക്കുന്നത്. 1 യൂണിറ്റ് ഈക്വൽ ടു 100 മാർക്ക്. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് വേറെ 100-ലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ 45 മാർക്ക്, ഇവിടെ 50 മാർക്ക്, ഇവിടെ 30 മാർക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്കെയിൽ എടുക്കുക? നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. ഇത് 10, ഇവിടെ 20, 30 അങ്ങനെ എടുത്താൽ മതി. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ആ സ്കെയില് നമുക്കുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ സ്കെയിൽ എടുക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ബാർ ചാർട്ട് അല്ലെങ്കിൽ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുക്കുക.
അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എഴുതാനുണ്ടാവും ഇന്ന്, കാരണം നമ്മൾ ഒരുപാട് പേജസ് എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി നിങ്ങൾക്ക് അവധിയാണ്, കുറച്ച് ദിവസം അവധി കിട്ടും നാളെയും കൂടി കഴിഞ്ഞാൽ. അപ്പൊ വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുക, എന്നിട്ട് സ്വന്തമായിട്ട് പഠിക്കാൻ നോക്കുക. ഒഴിവ് സമയം എപ്പോഴും കളിക്കരുത്, എപ്പോഴും കളിക്കരുത്. ഓക്കെ, കുറച്ച് സമയമെങ്കിലും ഡെയിലി പഠിക്കാൻ ഉപയോഗിക്കുക. അങ്ങനെ നല്ല മാർക്ക് വാങ്ങുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക്